ഡോക്ടർ, പ്രമേഹം എന്ന് പറയുന്നത് പലപ്പോഴും ഒറ്റയ്ക്ക് വരുന്നൊരു അസുഖമാവില്ല. ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ മറ്റു പല രോഗങ്ങളോടൊപ്പമോ അല്ലെങ്കിൽ ഗുരുതര രോഗങ്ങൾ ഉള്ളവർക്ക് പോലും പ്രമേഹം ഉണ്ടാവാം. അപ്പം അങ്ങനെ മറ്റൊരു രോഗമുള്ള ഒരു വ്യക്തിക്ക് പ്രമേഹത്തിനുള്ള ചികിത്സ ആയുർവേദത്തിൽ എങ്ങനെയായിരിക്കും? പൊതുവെ പ്രമേഹത്തിന് മറ്റ് അനുബന്ധ രോഗങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും ഇപ്പം നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് അല്ല കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിൽ പ്രധാനമായും അമിതവണ്ണം, ഹൈപ്പർ ടെൻഷന്, പ്രമേഹം, കൊളസ്ട്രോൾ ഇതൊക്കെ കാരണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ അമിതവണ്ണം എപ്പോഴും പ്രമേഹത്തിന് ഒരു കാരണമാണ്. നമ്മുടെ ഓവർ വെയ്റ്റ് കാരണം, അല്ലെ ഒബേസിറ്റി, ഓവർ വെയ്റ്റും ഒബേസിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒബേസിറ്റി കാരണം അല്ലെങ്കിൽ അതുകൊണ്ട് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് ചിലപ്പോൾ കാർഡിയക് കംപ്ലയിൻ്റ് ഉള്ളവരായിരിക്കും, പ്രമേഹ രോഗിയായിരിക്കും, എന്നാൽ കാർഡിയക് കംപ്ലയിൻറ്റും കൂടെ ഉള്ളവരായിരിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് ആ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിലുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. ഇനി അതുകൂടാതെ തന്നെ നമ്മളുടെ മെഡിസിൻ എപ്പോഴും ഒരു റെജുവിനേഷൻ ആസ്പെക്റ്റിലാണ് ട്രീറ്റ്മെൻറ്റിൽ എടുക്കുന്നത്. അതായത് ഇതിൻ്റെ അത് കോശങ്ങളുടെ നശീകരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ എപ്പോഴും ഈ പ്രമേഹത്തിൻ്റെ അഗ്രൌഷധം എന്ന് പറയുന്നത് തന്നെ നെല്ലിക്കയും പച്ചമഞ്ഞളുമാണ്. അതിൽ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വൈറ്റമിൻ റിച്ച് ആണ്, അത് സെല്ലുകളുടെ റീജനറേഷന് നല്ലതാണ്. നമ്മുടെ ആചാര്യൻ പണ്ടേ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഈ നെല്ലിക്കയാണ് ഏറ്റവും നല്ലത് പ്രമേഹത്തിനെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മെഡിസിൻസ്, നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്ക് എല്ലാത്തിനും ഒരു റെജുവിനേഷൻ പ്രോപ്പർട്ടി ഉള്ള മരുന്നുകളായിരിക്കും നമ്മൾ കുറച്ചും കൂടെ പ്രമേഹത്തിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള രോഗങ്ങളെയും കൂടെ കൺസിഡർ ചെയ്തിട്ട്, അതായത് അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഓരോ വ്യക്തിക്കും ഓരോ ചികിത്സ എന്നതിനോടേക്കാൾ ഉപരി ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന രോഗങ്ങളും അനുബന്ധ രോഗങ്ങളും വ്യത്യാസമായിരിക്കും, അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ആയുർവേദ ഡോക്ടർ മരുന്ന് എഴുതാൻ. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സാ രീതി വളരെ ഫലപ്രദമായിട്ട് ചെയ്യാവുന്നതാണ്. ഡോക്ടർ, ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തർക്കും ചികിത്സ ഓരോ വിധത്തിലായിരിക്കും. പലപ്പോഴും ആയുർവേദ ചികിത്സയിലൂടെ പ്രമേഹം എത്രത്തോളം നിയന്ത്രിക്കുവാനാകും? അല്ലെങ്കിൽ ഈ ഒരു ആയുർവേദ ചികിത്സയാണെങ്കിൽ പഥ്യം വളരെ വലുതായിരിക്കില്ലേ, അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെയുള്ള ചിന്തകൾ കാരണം ആയുർവേദ ചികിത്സയുടെ മുഖം തിരിക്കുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ഈ പ്രമേഹ ചികിത്സയിൽ ആയുർവേദം നൽകുന്ന പഥ്യം എപ്രകാരമാണ്? അതൊരു ബുദ്ധിമുട്ടേറിയ ഒന്നാണോ? പഥ്യം വളരെ പ്രധാനമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചും കൂടെ ആളുകൾക്ക് കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ ആഹാരം സജസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ സ്ട്രിക്ട്ലി കുറയ്ക്കണം. അതിനിപ്പം അരിയാഹാരമാണെങ്കിൽ ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരം നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പം രാവിലെയും വൈകുന്നേരവും അതിന് അരിയാഹാരം അല്ലാത്ത വേറെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പം അതിൽ ആയുർവേദത്തിൽ പറയുന്നതിൽ മില്ലറ്റ്സ് കുറച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പറയും. മില്ലറ്റ്സിന് കുറച്ചും കൂടെ പ്രമേഹത്തിന് ഡയറ്റ്, അതായത് ഫൈബർ റിച്ച് ആണ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞത്. എപ്പോഴും ഭക്ഷണ പദാർത്ഥങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഫൈബർ കണ്ടൻറ്റുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ധാന്യങ്ങളും ഒക്കെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ധാന്യങ്ങളിൽ പ്രധാനമാണ് മില്ലറ്റ്സ്. മില്ലറ്റ്സിന് കുറച്ചും കൂടെ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ അത് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതും നല്ലതല്ല. അതായത് എല്ലാ ദിവസവും നിങ്ങൾ രാത്രി മില്ലറ്റ്സ് കഴിക്കൂ എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ആഴ്ചയിൽ 1, 2, 3 ദിവസം വേണമെങ്കിൽ നമുക്ക് ആഹാരത്തിൽ മില്ലറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്.